Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു പഴയ കാലത്തെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാലിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ചിലപ്പോൾ ഈ പാലിയപ്പം അറിയുന്നുണ്ടാവില്ല. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് എപ്പോഴും ഉണ്ടാക്കിയിരുന്നത് ഒന്നാണത്ര ഈ പാലിയപ്പം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പാലിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1-ാം പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന കട്ടിയുള്ള പാലാണ് 1-ാം പാൽ. അത് ഞാനൊരു 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്ന കട്ടി കുറഞ്ഞിട്ടുള്ള പാലാണ് 2-ാം പാൽ. അത് ഞാനൊരു 1.25 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ടി കുറഞ്ഞിട്ടുള്ള 2-ാം പാലിലാണ് പൊടി വാട്ടിയെടുക്കാൻ പോകുന്നത്. ഇത് പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. ഇതിൽ വ്യത്യാസമുള്ളത് പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടല്ലേ, വെള്ളം തിളപ്പിച്ചിട്ടല്ലേ പൊടി വാട്ടിയെടുക്കുക. ഇത് നമ്മൾ ഈ കട്ടി കുറഞ്ഞിട്ടുള്ള 2-ാം പാലിലാണ് പൊടി വാട്ടിയെടുക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാനൊരു 1.25 കപ്പ് കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി വാട്ടിയെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വാട്ടിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്ന സെയിം തന്നെയാണ് ഇതും. ഇതിലാകെയുള്ളൊരു വ്യത്യാസം തേങ്ങാപ്പാലിലാണ് നമ്മളിപ്പോൾ പൊടി വാട്ടിയെടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. ഇപ്പോൾ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായി വിട്ടതിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാനുള്ള പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. കയ്യിൽ കുറേശ്ശെ വെള്ളമാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ നമുക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കാം. നമ്മളിത് ഷേപ്പാക്കി വെക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലേറ്റിൽ പൊടി വിതറി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ആദ്യം ഒന്നിങ്ങനെ കയ്യിൽ ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നീളത്തിലാക്കി കൊടുക്കാം. ഈ ഒരു ഷേപ്പാണ് പാലിയപ്പത്തിന് ആക്കിയെടുക്കുക എന്നാണ് ഉമ്മ പറഞ്ഞത്. ചെറിയ ചെറിയ ഉരുളകളാക്കിയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മയുടെ റെസിപ്പി സെയിം തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനായിട്ട് ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ പാലിയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ
നമ്മൾ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടില്ലേ, ആ പാല് തിളപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ ഷേപ്പാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലാകെ കുറുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ഒന്നാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടീസ്പൂണിൽ കോരിയിട്ടാണ് കഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി നെയ്യിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, തൂമിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.